അവർ ഉടൻ തന്നെ വാതിലുകൾ അടയ്ക്കുകയും അദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെ യെരുശലേം നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായെന്ന് റോമൻ സൈന്യാധിപൻ വിവരമറിഞ്ഞു. റോമൻ പട്ടാളക്കാർ അവിടെ എത്തിയപ്പോൾ അവർ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. റോമാക്കാർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്ന വഴിയെല്ലാം യഹൂദന്മാർ വല്ലാതെ അക്രമാസക്തരായി. അതുകൊണ്ട് പട്ടാളക്കാർക്ക് പൗലോസിനെ എടുത്തുകൊണ്ടു പോകേണ്ടി വന്നു. ഈ സമയമെല്ലാം ജനങ്ങൾ അവനെ കൊന്നുകളയുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നേർച്ചക്കാരായ നാലാളുകളോടൊപ്പമാണ് പൗലോസ് ദേവാലയത്തിൽ പ്രവേശിച്ചത്. ഈ നാലാളുകൾക്കെതിരായിക്കൊണ്ട് യഹൂദന്മാർക്ക് യാതൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് കൂടെ നിന്ന പൗലോസിനെയാണ് അവർ പൊക്കിക്കൊണ്ടു പോകുന്നത്. ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് യെരുശലേമിലുള്ള ക്രിസ്തുസഭ പ്രബോധനം ചെയ്തതെങ്കിൽ ഈ 4 നേർച്ചക്കാർക്കും ഇതേ ദുര്യോഗം തന്നെയാണ് വരേണ്ടത്. അങ്ങനെയൊന്നും നമ്മളവിടെ കാണുന്നില്ല. മാത്രമല്ല, യെരുശലേമിലെ അപ്പോസ്തലന്മാർ അവിടെ സുവിശേഷ പ്രബോധനം നടത്തുന്ന സമയത്ത് ഇവരെ കൊണ്ട് അസഹ്യമായ ബുദ്ധിമുട്ടുണ്ടായപ്പോഴും അവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൊതുജനത്തെ ഭയന്നവരെ പിടിക്കാൻ യഹൂദ നേതൃത്വം ഭയപ്പെട്ടു. മാത്രമല്ല, പിടിച്ചപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്: മറ്റൊരു കുറ്റവും കാണാഞ്ഞതിനാൽ അവരെ വെറുതെ വിട്ടു. എന്നാൽ പൗലോസിന്റെ കാര്യം ഇങ്ങനെയല്ല. പൗലോസിനെ കുറിച്ച് കേട്ടത് ചില ദുരാരോപണങ്ങൾ മാത്രമല്ല, വളരെ വ്യക്തമായ തെളിവോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്തത്. ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് വെളിയിലേക്ക് പോവുകയും പിന്നീട് റോമാക്കാരുടെ കയ്യിൽ അദ്ദേഹം അകപ്പെടുകയും ചെയ്തു. ഇങ്ങനെ റോമാക്കാരുടെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും ഇദ്ദേഹം 4 ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ആ ലേഖനങ്ങളിലും യാതൊരു മനപരിവർത്തനത്തിനും വിധേയനാകാത്ത പൗലോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മോശേക ന്യായപ്രമാണം കാലഹരണപ്പെട്ടുവെന്നും അതാരും അനുസരിക്കരുതെന്നും ആ വിധം പ്രബോധനം ചെയ്യുന്നവരെ നമ്മുടെ സഭകളിൽ കയറ്റരുതെന്നും യഹൂദേതര സഭ ഇദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനി സഭകളിലേക്ക് എഴുതിയ ഈ ലേഖനങ്ങൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ പലതരം സ്വഭാവ മാറ്റങ്ങൾക്ക് പൗലോസ് വിധേയനാകുന്നത് കാണാം. യെരുശലേമിലെത്തുമ്പോൾ ന്യായപ്രമാണം അനുസരിക്കുക, യെരുശലേമിന് ദൂരെയായിരിക്കുക ന്യായപ്രമാണത്തിന് വിരുദ്ധം പറയുക, പിന്നീട് അതിൻ്റെ ആരോപണം വരുമ്പോൾ അത് മാറ്റി പറയുക, പിന്നീട് കാരാഗ്രഹത്തിലായിരിക്കെ അതിന് വിരുദ്ധമായി മറ്റുള്ളവരെ എഴുതി അറിയിക്കുക തുടങ്ങി ധാരാളം വ്യത്യാസങ്ങൾ പൗലോസിന്റെ പ്രവർത്തനത്തിൽ കാണുന്നു. ഇവിടെ വെളിപാടുകൾ ഉപേക്ഷിക്കുന്ന രീതിയിലാണ് പൗലോസിന്റെ ഓരോ കാര്യങ്ങളും. പൗലോസ് തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്: ഞാൻ ന്യായപ്രമാണമുള്ള സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ന്യായപ്രമാണം ഉള്ളവനെ പോലെ ജീവിക്കും, ഞാൻ ന്യായപ്രമാണം ഇല്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ന്യായപ്രമാണം ഇല്ലാത്ത ഒരുവനെ പോലെയും ജീവിക്കും. ചുരുക്കത്തിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം ഉപേക്ഷിച്ച് കളയുന്നതിന് വേണ്ടി അദ്ദേഹം രൂപപ്പെടുത്തിയ പുതിയ നിയമം അഥവാ ക്രിസ്തു സകല മനുഷ്യരുടെയും പാപമേറ്റെടുത്തുകൊണ്ട് മരിച്ചു എന്ന ആ തത്വം അദ്ദേഹത്തിന് അത്രത്തോളം സാരമുള്ള കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അപ്പോസ്തല കാലഘട്ടം കഴിയുന്നു. പൗലോസ് ഇതിനുശേഷം 2 വർഷം ജയിലിൽ കടന്നതായും പിന്നീട് അവിടെ വെച്ച് വധിക്കപ്പെട്ടതായും, അങ്ങനെയല്ല അദ്ദേഹത്തെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടതിനു ശേഷം മറ്റൊരു കാരണത്തിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടതെന്നും ക്രൈസ്തവ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും പൗലോസിന്റെ ഏറ്റവും അവസാനത്തെ യെരുശലേം സന്ദർശനമായിരുന്നു ഇതെന്നുള്ള വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ചുരുക്കത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന് ശേഷമുള്ള അപ്പോസ്തല കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പൗലോസ് ഏറ്റവും അവസാനം പോലും യഥാർത്ഥ ക്രിസ്തു സഭയ്ക്ക് സ്വീകാര്യനല്ല എന്നും അവരെ ക്രിസ്തു സഭയെ സംബന്ധിച്ചിടത്തോളം മോശേക ന്യായപ്രമാണം പഴയ നിയമം അല്ല എന്നുമാണ്. ഇപ്പോൾ നമ്മൾ കേട്ട അപ്പോസ്തല ചരിത്ര കാലഘട്ടം വ്യക്തമാക്കിയത് പൗലോസിൻ്റെ പ്രവർത്തനവും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനവും രണ്ടായിരുന്നു, രണ്ടുപേരുടെയും സുവിശേഷം രണ്ടായിരുന്നു എന്നാണ്. ഇനി നമ്മൾ ഇവർ തമ്മിൽ നടത്തിയ ചില പോരാട്ടങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പത്രോസിന്റെ അന്ത്യോക്യയിലേക്കുള്ള വരവിന് ശേഷം പൗലോസിന്റെ സഭയെ അവർ അംഗീകരിച്ചില്ല എന്നും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് മാറി നിന്നു എന്നും ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. പിന്നീട് അപ്പോസ്തല അനുയായികൾ പൗലോസിന്റെ സഭകളിലെത്തുകയും അവിടെ
സത്യസുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ബൈബിൾ പുതിയ നിയമഭാഗത്തിലെ 9-ാമത്തെ പുസ്തകമായ ഗലാത്യ ലേഖനം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത് പൗലോസാണ്. ഇത് എഴുതുവാനുള്ളൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗം മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിയത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, തൻ്റേതല്ലാത്ത മറ്റൊരു സുവിശേഷമുണ്ട്, മറ്റൊരു സുവിശേഷകരുണ്ട്. മാത്രമല്ല, അവർ അദ്ദേഹത്തിൻ്റെ സഭയിലെത്തി പുതിയ സുവിശേഷം അറിയിക്കുകയും അവർ ഇപ്പോൾ പുതിയ ആ സുവിശേഷത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗലാത്യ ലേഖനം ആരംഭിക്കുന്ന പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനത്തിലെ മൊത്തം അടങ്ങിയിട്ടുള്ള 6 അധ്യായങ്ങളും 140 വാക്യങ്ങളിലും ഈ കാതലായ വിഷയത്തിൽ നിന്ന് ഒരു വരി പോലും മാറി ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഇത്രയും കാച്ചിക്കുറുക്കി എഴുതിയ ഈ ലേഖനത്തിൽ സുദീർഘമായി കൊണ്ട് അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ദർശനവും അദ്ദേഹം അതിനുശേഷം അപ്പോസ്തലന്മാരോട് സ്വീകരിച്ച നിലപാടുകളും യെരുശലേമിൽ ഏതൊക്കെ സമയങ്ങളിൽ പോയിട്ടുണ്ട് എന്നും പിന്നീട് യെരുശലേമിൽ നടന്ന മോശെയുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും എല്ലാം വിശദീകരിച്ചതിന് ശേഷം ഏറ്റവും അവസാനമായി പത്രോസ് അന്ത്യോക്യയിൽ വന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മറ്റൊരു സുവിശേഷകൻ ആരാണ് എന്നിവിടെ വ്യക്തമാകുന്നുണ്ട്. ഗലാത്യ ലേഖനം പഠിക്കുന്ന ഏവർക്കും അറിയാം അവർ മാറിയിരിക്കുന്ന സുവിശേഷം ഏതാണ്. അവർ ഒരിക്കലും യേശുവിനെ നിഷേധിച്ചിട്ടില്ല. അവർ യേശുവിനെ മശീഹ അല്ല എന്നവർ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവർ യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കുന്നതോടൊപ്പം അവർ മോശെയുടെ ന്യായപ്രമാണത്തെയും കൂടെ നിത്യജീവന മാർഗമായി അവർ അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവരുടെ പുതിയ സുവിശേഷം. ഇതിനെ വിമർശിച്ചുകൊണ്ട് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. ഇങ്ങനെ എഴുതി വന്നതിന് ശേഷം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം മോശെയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കാലത്തേക്ക് മാത്രമുള്ള ഒരു പദ്ധതിയാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ധാരാളം വസ്തുവകകളുള്ള സമ്പന്നനായ ഒരു മനുഷ്യന്റെ മകനായ ബാലൻ. ഈ കുഞ്ഞ് ധാരാളം സ്വത്തുക്കളുടെ അവകാശിയാണെങ്കിൽ പോലും പിതാവ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യസ്ഥന്റെ കീഴിലാണ് ജീവിക്കുന്നത്. ഈ മകന് സ്വാതന്ത്ര്യമില്ല. ഈ മകൻ എന്തു ചെയ്യണമെങ്കിലും ഈ കാര്യസ്ഥനോട് ചോദിച്ചിട്ടല്ലാതെ ചെയ്യാൻ കഴിയുകയില്ല. ഇതേപോലെ മനുഷ്യന്റെ ശൈശവ കാലഘട്ടത്തിൽ മനുഷ്യൻ മോശെയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ അടിമകളെ പോലെ ജീവിച്ചു. അതായത് സ്വന്തമായി ഇഷ്ടങ്ങളൊന്നും ചെയ്യുവാൻ കഴിയാതെ ന്യായപ്രമാണം പറയുന്നത് കേട്ട് ജീവിക്കേണ്ടതായി വന്നു. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം നിശ്ചയിച്ച ആ സമയത്ത് യേശുക്രിസ്തു വരികയും അദ്ദേഹം ന്യായപ്രമാണത്തിൽ നിന്ന് മനുഷ്യരെ മോചിതരാക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഈ ബാലൻ കാര്യസ്ഥന്റെ അധീനതയിൽ നിന്നും പ്രായപൂർത്തിയാകുമ്പോൾ വിടുതൽ ലഭിക്കുന്നത് പോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി മോശെയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. ഈ ബാലന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ആ ബാലൻ അവകാശിയെങ്കിലും അവൻ അടിമ പ്രകൃതിയിലുള്ള മകനാണ്, അഥവാ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവനാണ്. എന്നാൽ പിന്നീട് പ്രായപൂർത്തി എത്തുന്നതോടുകൂടി ഈ മനുഷ്യൻ സ്വതന്ത്രനായി തീരുന്നു എന്നും അതേപോലെ യേശുവിന്റെ വരവോടുകൂടി ന്യായപ്രമാണം ഉപേക്ഷിച്ച ആളുകൾ സ്വതന്ത്രരായി തീരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. നമ്മൾ ചിന്തിച്ചു നോക്കുക, മോശെയുടെ ന്യായപ്രമാണം പിൻപറ്റി ജീവിച്ച ക്രിസ്തു സഭ എങ്ങനെയുള്ള ആളുകളാണ്? പത്രോസ് പറഞ്ഞതുപോലെ മോശെയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് നിർബന്ധിക്കുന്ന ആളുകളുടെ സുവിശേഷം എങ്ങനെയുള്ളതാണ്? അവർ ദൈവത്തിന്റെ മക്കൾ അഥവാ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിലും
അവർ എന്ത് ചെയ്യുന്നു? അവർ അടിമ പ്രകൃതിയിലുള്ള മക്കളാണ്. നേരെ മറിച്ച് ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച പൗലോസിന്റെ ആളുകൾ സ്വതന്ത്ര പ്രകൃതിയിലുള്ള മക്കൾ.